UDFിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രി ഭരണവും തുടങ്ങി. ഇനി അടുത്തത് KPCC അധ്യക്ഷനെ കണ്ടെത്തണം അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണം. അതിനുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ചില ആളുകൾ അവരുടേതായ തരത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പദവിക്കായി ഒന്നിലധികം പേരാണ് ഇപ്പോൾ രംഗത്തുള്ളത്. KPCC അധ്യക്ഷ പദവി ഭരണം കിട്ടുമ്പോൾ അത്ര ചെറുതല്ല എന്ന് എല്ലാ നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മുമ്പിൽ നിൽക്കുന്നത് ചില MP-മാരാണ്. ഒരാൾക്ക് 2 പദവി നൽകാൻ പാടില്ല എന്ന നിയമം നേരത്തെ തന്നെ കോൺഗ്രസിലുണ്ടെങ്കിൽ തന്നെയും ചില സമവാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷ പദവി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും. നേരത്തെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ആന്റോ ആൻ്റണി MP-യെ കൂടാതെ ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, ഒപ്പം ഇപ്പോൾ ജോസഫ് വാഴക്കനും രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൽ 2-3 പേർ ഡൽഹിയിലെത്തി AICC നേതാക്കന്മാരെ കണ്ടു, ചർച്ചകൾ നടത്തി, അവരുടെ മെറിറ്റുകളും രേഖപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ എങ്കിലും AICC നിശബ്ദമാണ്. ആരാണ് ഇനി KPCC അധ്യക്ഷൻ എന്ന കാര്യത്തിൽ അവിടെ ഒരു ചർച്ച പോലും തുടങ്ങിയിട്ടുമില്ല. കേരളത്തിൽ നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം KPCC അധ്യക്ഷ പദവിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കാം എന്ന നിലപാടിലാണ് AICC നേതാക്കൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ വിഷയത്തിൽ തുറന്നുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ്റെ പദവി ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അധ്യക്ഷ പദവി മോഹിക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരുത്തരായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ. KPCC അധ്യക്ഷ പദവിക്ക് ജോസഫ് വാഴക്കൻ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒരു മുഴുവൻ സമയ അധ്യക്ഷൻ വേണം, മാത്രവുമല്ല ഒറ്റ പദവി വഹിക്കുന്ന ആളായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ജോസഫ് വാഴക്കൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ താൻ സർവ്വതാ യോഗ്യനാണെന്നും അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കാനും ഒപ്പം മത്സരിച്ച് വിജയിക്കാനും അതിനുപരി മന്ത്രിസഭയിലെത്താനുമൊക്കെ പ്രതീക്ഷകളുമുണ്ടായിരുന്നു. എന്നാൽ സമയത്ത് സീറ്റ് കിട്ടിയില്ല, മത്സരിക്കാൻ അവസരവും നഷ്ടപ്പെട്ടു. ഈ സമയത്ത് ഏതൊക്കെയോ കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയെന്നാണ് ജോസഫ് വാഴക്കനൊപ്പമുള്ള ആളുകൾ പറയുന്നത് KPCC അധ്യക്ഷ പദവി നൽകും എന്നുള്ള കാര്യത്തിൽ. എന്തായാലും KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ് ഡൽഹിയിലും കേരളത്തിലുമൊക്കെ. എന്നാൽ AICC നേതാക്കൾ ആരും തന്നെ ഇതുവരെയായും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടും ഇല്ല. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ജോസഫ് വാഴക്കന് നേരത്തെ തന്നെ ആരോ പറഞ്ഞു വെച്ചു സ്ഥാനം നൽകാമെന്ന് പറയുമ്പോൾ ചില ജാതി സമവാക്യങ്ങളുടെ കാര്യത്തിൽ മറ്റു ചിലർ മുന്നോട്ട് വരികയാണ്. പ്രത്യേകിച്ചും ബെന്നി ബെഹനാനും ആന്റോ ആൻ്റണിയും ഒപ്പം കൊടിക്കുന്നിൽ സുരേഷും അതിനെല്ലാം ഉപരിയായി രാജ്മോഹൻ ഉണ്ണിത്താനുമൊക്കെ. സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറം കഴിവുള്ളവരെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ചില മുതിർന്ന നേതാക്കന്മാരുടെ ആവശ്യം. എന്തായാലും ചർച്ച വരുമ്പോൾ എല്ലാം പരിഗണിക്കപ്പെടും എന്ന് ചില നേതാക്കൾ പറയുന്നുണ്ട്. സമുദായം, അതിനെല്ലാം ഉപരി കോൺഗ്രസിൽ നടത്തിയിട്ടുള്ള പ്രവർത്തന മികവ്, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിഗണിക്കും എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും KPCC അധ്യക്ഷനെ തീരുമാനിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല AICCക്ക്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ചില ചർച്ചകൾ, പ്രത്യേകിച്ചും ഡൽഹി കേന്ദ്രീകരിച്ച് ഓരോരുത്തരെയും വിളിച്ചു വരുത്തിയും ഒറ്റയ്ക്കും ഗ്രൂപ്പായുമൊക്കെ ചർച്ചകൾ നടത്തി. അവസാനം ഒരാളിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ പ്രയാസമേറിയതായിരിക്കും KPCC അധ്യക്ഷനെ കണ്ടെത്തുക എന്നുള്ള കാര്യം. കാരണം ഗ്രൂപ്പിനും അപ്പുറത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നവർ വളരെയധികമുണ്ട്. പ്രത്യേകിച്ചും ഭരണം കേരളത്തിൽ നടക്കുന്ന സമയത്ത്
കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണം കിട്ടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവകാശവാദം ഉന്നയിച്ച് എത്തുന്നതെന്ന് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ KPCC അധ്യക്ഷ പദവിക്കും വലിയ തരത്തിലുള്ള മത്സരത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. KPCC പുനഃസംഘടന മാത്രമല്ല, ചില ജില്ലകളിലും DCCകൾ പുനഃസംഘടിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ ജില്ലാ പ്രസിഡന്റുമാർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. അവർക്ക് പകരം DCC പ്രസിഡന്റുമാരെ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റുമാരെ കണ്ടെത്താനും KPCCക്ക് ഒരു നീക്കം നടത്തേണ്ടതായിട്ട് വരും. അതും ചെറിയ നീക്കം പോരാ. കാരണം അവിടെയും ഗ്രൂപ്പും ഒപ്പം തന്നെ ചില സമവാക്യങ്ങളും ഒക്കെ ഉയർന്നു പൊങ്ങും. അതുകൊണ്ട് ഇനി കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പകളിലൊന്ന് KPCC പുനഃസംഘടനയും DCC പുനഃസംഘടനയുമാണ്. പ്രശ്നങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള നീക്കമാണ് AICC നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇനി ഒരു പക്ഷേ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെ ആദ്യം വിളിച്ച് സംസാരിക്കുമായിരിക്കും. MP മാരുമായിട്ടും MLA മാരുമായിട്ടൊക്കെ ഒരു വട്ടം ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും നേതാക്കന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആദ്യഘട്ട നീക്കം AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഒരുപക്ഷെ KPCC അധ്യക്ഷൻ്റെ തിരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരിലേക്ക് കടക്കുക. എന്തായാലും ഇനി കോൺഗ്രസിന് മുന്നിലുള്ളത് ചെറിയ ഒരു വെല്ലുവിളിയല്ല. എല്ലാവരെയും ഒപ്പം നിർത്തിയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചും എല്ലാവരുടെയും പരാതികൾ കേട്ടും മുന്നോട്ട് പോകണം. ചെറിയ പരാതിയായിരിക്കില്ല. കാരണം നിയമസഭയിൽ മത്സരിക്കാൻ അവസരം കിട്ടാത്ത ഒട്ടനവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതിനെല്ലാം ഉപരി ഇനിയിപ്പോൾ മറ്റൊരു പ്രശ്നമുള്ളത് ബോർഡ് കോർപ്പറേഷനുകൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിലാണ്. അങ്ങനെ മുഖ്യമന്ത്രി പ്രശ്നവും കഴിഞ്ഞു, നിയമസഭാ സമ്മേളനം തുടങ്ങുകയും ചെയ്തു, അത് അവസാനിക്കുകയും ചെയ്യുന്നു. ഇനി ഉള്ളത് ഏറ്റവും വലിയ വിഷയം KPCC അധ്യക്ഷ പദവി, DCC പുനഃസംഘടനകൾ, ഒപ്പം ചില സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കൽ. എന്തായാലും ഇതെല്ലാം നോട്ടമിട്ട് നേതാക്കന്മാർ KPCC ഓഫീസ് ലക്ഷ്യമാക്കി കയറി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാകും ഈ വീതം വയ്ക്കൽ എന്നാണ് പല നേതാക്കളും ചോദിക്കുന്നത്. ഭരണം ഉള്ളതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി KPCC അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിൻ്റെ ആദ്യ തലവേദന DCC പുനഃസംഘടനയായിരിക്കും. അത് അത്ര വേഗത്തിലങ്ങ് പൂർത്തിയാക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും ഭരണപക്ഷത്ത് കോൺഗ്രസ് ഉള്ളപ്പോൾ.